റൈറ്റ് മേക്കപ്പ് മീൻസ് നോയിങ് എവറിത്തിങ് അബൌട്ട് മേക്കപ്പ് റൈറ്റ്. ഒരു കുറേ പ്രോഡക്റ്റ് മേടിച്ച് നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ലുക്ക് ലൈക്ക് എ പെർഫെക്റ്റ് ടോൺഡ് മേക്കപ്പ്. അതിന് വി ഷുഡ് ആക്ച്വലി നോ ടു ബൈ ദ റൈറ്റ് മേക്കപ്പ് ദാറ്റ് സൂട്ട്സ് അവർ സ്കിൻ ടോൺ ആൻഡ് സ്കിൻ നേച്ചർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നതും അതേപോലെ ഒരു മേക്കപ്പ് സെഷനാണ്. To know more about the real toned makeup, watch it. നമസ്കാരം. പെണ്ണഴകിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സോ ദിസ് ഇസ് മീ ലക്ഷ്മി ഹിയർ. സോ ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രത്യേകിച്ച് നല്ലൊരു എപ്പിസോഡാണ്. ഇതിനകത്ത് ഞാൻ സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്നത് ഒരു മെറ്റാലിക് റെഡ് ലിപ്സ്റ്റിക് എങ്ങനെ ഇടണം എന്നുള്ള ട്യൂട്ടോറിയലായിട്ടാണ്. റെഡ് ലിപ്സ്റ്റിക്കിനോട് എല്ലാവർക്കും പ്രത്യേകിച്ചൊരു ഇഷ്ടമാണ് അതല്ലേ. വളരെ ഫെമിനിനാണ്, വളരെ സൾട്രിയാണ്, അതുപോലെ തന്നെ നമുക്കൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ലുക്ക് കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു ഫെമിനിൻ ആയിട്ടുള്ള ഒരു കളറാണ് റെഡ്. അതുപോലെ തന്നെ വളരെ ട്രെൻഡിങ് ആയിട്ട് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് മേക്കപ്പ് വേൾഡിൽ ഗ്ലോബലി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് മെറ്റാലിക്സ്. മെറ്റാലിക്സ് വളരെയധികം ഇന്നാണ്. ഒരുപാട് ബ്രാൻഡ്സ് മെറ്റാലിക് ഫോർമുലാസിലുള്ള ലിപ്സ്റ്റിക്സ്, ലിക്വിഡ് ലിപ്സ്റ്റിക്സ്, ഗ്ലോസസ് ഒക്കെ കൊണ്ടുവരുന്ന മെറ്റാലിക് ആ ഒരു മെറ്റാലിക് ഫിനിഷിൽ ആ ഫോയിൽഡ് ലുക്ക് അത് ഭയങ്കരമായിട്ട് ഇന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്ലിറ്ററി അല്ലാണ്ട് തന്നെ എന്നാലും ഒരു മെറ്റാലിക് ടച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഒരു മെറ്റാലിക് ലിപ്സ്റ്റിക് ട്യൂട്ടോറിയലാണ്. റെഡ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ മെറ്റാലിക് റെഡ് ആണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലിപ്സിൽ ഒന്നും ഇട്ടിട്ടില്ല, ഓക്കെ. പക്ഷേ ഡ്രൈ ലിപ്സുള്ള ആൾക്കാർ ആദ്യം ഒരു ട്യൂട്ടോറിയൽ നിങ്ങളൊരു മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഒരു ലിപ് ബാം വെച്ചിട്ട് അതൊന്ന് പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ലിപ്സ് ഡ്രൈ ആണെങ്കിൽ ലിപ് ബാം വെച്ചെന്ന് കഴിഞ്ഞാൽ അത് മോയ്സ്ചറൈസ് ചെയ്യും. കാരണം ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ ഭയങ്കര ഡ്രൈയിങ് ആവും. നിങ്ങൾക്ക് ഓൾറെഡി ഡ്രൈ പാച്ചസ് ഉള്ള ലിപ്സ് ആണെങ്കിൽ അത് അതിനകത്ത് ഒട്ടിപ്പിടിച്ച് വരണ്ട് പീലിംഗ് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡ്രൈ ലിപ്സ് വളരെയധികം ഡ്രൈ ലിപ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് വാസലീനിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ജെന്റ്ലി ഒന്ന് സ്ക്രബ് ചെയ്യുക ലിപ്സ് മുഴുവൻ. നിങ്ങൾ പല്ല് തേക്കുന്ന ബ്രഷ് അല്ല എടുക്കേണ്ടത്, സെപ്പറേറ്റ് ആയിട്ടൊരു ബ്രഷ് അതിന് വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് അത് ലിപ്സ് മുഴുവൻ ഒന്ന് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് തുടച്ച് മാറ്റിയിട്ട് ഇതുപോലെ ലിപ് ബാം ഇട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം തുടച്ച് മാറ്റിയിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാൻ, ഓക്കെ. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കുറേ ഡ്രൈ ലിപ്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ ലിപ് ബാം യൂസ് ചെയ്യാണ്. ഞാൻ ഈ സ്ക്രബ്, ഈ ടൂത്ത് ബ്രഷ് വെച്ചിട്ടൊരു എക്സ്ഫോലിയേഷൻ ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്ന ഒരു റിച്വലാണ് എനിക്ക്. ഞാൻ എപ്പോഴും റിലീജിയസ് ആയിട്ട് കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് ചെയ്യുന്നതാണ്. പല്ല് തേക്കുന്ന കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ ലിപ്സ് ഇങ്ങനെ സ്ക്രബ് ചെയ്യും. അതുകൊണ്ട് തന്നെയുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഡ്രൈ പാച്ചസ് ലിപ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് പോകും. ഒരുപാട് ഹാർഷായിട്ട് ഇങ്ങനെ ഉരയ്ക്കരുത്, ജെന്റ്ലി സർക്കുലർ മോഷൻസിൽ വേണം ഇങ്ങനെ റബ്ബ് ചെയ്യാൻ. അപ്പോൾ തന്നെ ഒരുപാട് ഡ്രൈ പാച്ചസ് ലിപ്സിലുള്ളതൊക്കെ പോകും. നീ ലിപ് ബാം ഇടുകയാണ്, ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ലിപ്സ് സോഫ്റ്റ് ആവും. നിങ്ങൾക്ക് ഏത് ലിപ് ബാം വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് ജെന്റ്ലി മിനറൽ ഓയിൽ ഉള്ള ലിപ് ബാംസ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വൈറ്റമിൻ ഇ ഒക്കെ ഉള്ള ലിപ് ബാംസ്, അല്ലെങ്കിൽ ഷേ ബട്ടർ, കൊക്കോ ബട്ടർ, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഉള്ള ലിപ് ബാംസ് ആണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ലിപ്സിൽ പിഗ്മെൻറ്റേഷനുള്ള ഒരുപാട് പേരുണ്ട്. ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ലിപ് ബാംസ് ഇടുന്ന വ്യക്തികളാണ് പുറത്ത് പോകുന്നത്. റെഗുലറായിട്ട് ജോലിക്കോ സ്കൂളിലോ കോളേജസിലോ പോകുന്ന കുട്ടികൾ ഒരുപാട് പിഗ്മെൻറ്റേഷൻ ലിപ്സ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ലിപ്സ് സ്ക്രബ് ചെയ്യുക. അതുപോലെ തന്നെ ലിപ് ബാമിൽ SPF ഉള്ള ലിപ് ബാം വേണം എപ്പോഴും ഇടാൻ, എന്നാൽ മാത്രമേ പിഗ്മെന്റേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ എക്സ്ഫോലിയേഷൻ ചെയ്യുമ്പോൾ തന്നെ പതുക്കെ ലിപ്സിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടി പിഗ്മെന്റേഷൻ ലൈറ്റൻ ആയിക്കോളും, ഓക്കെ. സോ ഈ ടിപ്പ് നിങ്ങൾ മനസ്സിൽ വെക്കുക. ലിപ് ബാം ഇട്ട് കഴിഞ്ഞു. ഇതിപ്പോൾ ലിപ് ബാം ഇട്ടിട്ട് ഞാനൊരു കുറച്ച് നിമിഷമായി അത് ഞാനൊന്ന് തുടച്ച് മാറ്റാണ്. കാരണം ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും, അപ്പം നമുക്ക് ഗ്രിപ്പ് ഇഴുകി പോവും. അതുകൊണ്ടൊന്ന് തുടച്ച് മാറ്റാം. തുടച്ച് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ. ഞാനിപ്പോൾ ലിപ് ബാം ഒന്ന് തുടച്ച് മാറ്റി. പിന്നെ ലിപ്സ് ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ലിപ്സിൻ്റെ കളർ മ്യൂട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലിപ്സിന് മ്യൂട്ട് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പല ടെക്നീക്ക് ഉണ്ട്. കൺസീലർ യൂസ് ചെയ്യാം, ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം, ഏതായാലും കുറച്ച് എടുക്കുക, ഒരുപാട് എടുക്കരുത്, ജസ്റ്റ് കുറച്ച് ഫൗണ്ടേഷൻ.
ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ ഫൗണ്ടേഷൻ എൻ്റെ ലിപ്സ് മുഴുവൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്സിൻ്റെ നാച്ചുറൽ പിഗ്മെൻറ്റ് അത് ക്യാമഫ്ലാജ് ചെയ്യും. ക്യാമഫ്ലാജ് ചെയ്ത് അത് ഫുള്ളൊന്ന് മ്യൂട്ട് ഔട്ട് ചെയ്തു. ഇനി മ്യൂട്ട് ഔട്ട് ചെയ്തിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ഫുള്ള് ലിപ്പൊന്ന് വരയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെറ്റാലിക് റെഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഒരു നമ്മുടെ ലിപ്സ്റ്റിക് കളറിനേലും ഒരു ടോൺ ഡാർക്ക് ആയിട്ട് ലിപ്പ് ലൈനർ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ഫില്ല് ചെയ്യുക. എന്നാൽ മാത്രമേ ഒരു 3D ഇഫക്റ്റ് അതിനകത്തേക്ക് വരുള്ളൂ. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ് ഞാൻ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ഫുള്ളൊന്ന് വരയ്ക്കാൻ പോവാണ്. യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഒരു ഡീപ്പ് റെഡ് മെറ്റാലിക് കളറാണ്. സോ അതിന് റെഡ് യൂസ് ചെയ്യുന്നതിന് പകരം ഞാൻ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കറൻറ്റ് അല്ലെങ്കിൽ ഒരു പേർപ്പിൾ എലമെൻ്റ് ഉള്ളതാണ്. എന്നാൽ മാത്രം ആ ഡീപ്പ് കളർ ഇങ്ങനെ ലിപ്പിൻ്റെ ബൗണ്ടറിയിൽ ഉണ്ടായിട്ട് അത് ഫുൾ ആ കളർ ഫില്ല് ചെയ്യുമ്പോൾ ആ ഒരു നല്ലൊരു ഇഫക്റ്റ് വരും. ഒരുപാട് ഡാർക്ക് ആവരുത്, പക്ഷേ ഒരു പ്ലം ഒരു കറൻറ്റ് കളറൊക്കെ ശരിക്കും ഒരു ഡീപ്പ് റെഡിനൊക്കെ നന്നായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്ന നല്ല കോംപ്ലിമെൻ്ററി ടോണാണ്. സോ അതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി വരച്ച് കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ബർഗൻഡി നമ്മുടെ ലിപ്സ്റ്റിക്കിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കളർ ലിപ്സ്റ്റിക്കിൻ്റെ കളർ എടുത്തിട്ട് ഫുള്ള് ലിപ്പ് ലൈനർ തന്നെ എടുത്തിട്ട് ഫുള്ള് ഫില്ല് ചെയ്യാൻ പോവാണ്. ഈ വരച്ച ലൈനിൻ്റെ മുകളിൽ കൂടെ ഈ കളർ പോകണം കേട്ടോ, എന്നാൽ മാത്രമേ അതെല്ലാം കൂടെ ബ്ലെൻഡഡ് ആവുള്ളൂ. സോ അത് ഈ ലിപ്പ് ലൈനർ സെക്കൻഡ് ലിപ്പ് ലൈനർ കളർ പേർപ്പിൾ ആദ്യം വരച്ച ആ ഒരു കറൻറ്റ് കളറിൻ്റെ മുകളിൽ കൂടെ പോയപ്പോൾ എല്ലാം കൂടെ ഒന്ന് സിങ്ക്രണൈസ് ആയി ഒന്ന് ബ്ലെൻഡായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് എടുക്കുകയാണ്. വളരെ ഒരുപാട് ബ്രാൻഡ്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിനെയാണെന്ന് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റാലിക് റെഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ റെഡ് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു ടെക്നീക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് കിട്ടും. സോ ഇത് മെറ്റാലിക് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെഡ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫില്ല് ചെയ്തു. ഇനി ബാക്കിയുള്ള ആ ലിപ്പ് ലൈനർ ആദ്യം വരച്ച ആ പ്ലമ്മി പേർപ്പിൾ കളർ എടുത്തിട്ട് ഞാൻ ചുറ്റും ഒന്ന് റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് ഡ്രൈ ആവാൻ അനുവദിക്കണം. ഡ്രൈ ആയതിനു ശേഷം മാത്രം ഈ ടെക്നീക്ക് ചെയ്യുക. ലിപ്പ് ലൈനർ എടുക്കുക. ഇതിങ്ങനെ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഫുള്ളൊന്ന് ഓടിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിട്ടു. അതുകൊണ്ട് തന്നെ ഒരു 3 dimensional ലുക്ക് വന്നു. ജസ്റ്റ് ഫ്ലാറ്റ് ലുക്ക് അല്ലാണ്ട് ഒരു 3 dimensional ലുക്ക്, ഒരു ഒംബ്രെ കളറാണ് വന്നിരിക്കുന്നത്. ഒരു കളറിൽ നിന്ന് വേറെ കളറിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന ഒരു ലുക്കിനാണ് നമ്മൾ ഒംബ്രെ എന്ന് പറയുന്നത്. ആ ഒംബ്രെ എഫക്റ്റാണ് ഇപ്പോൾ ലിപ്പിൽ വന്നിരിക്കുന്നത്. ഈ ലിപ്സ്റ്റിക്ക് മെറ്റാലിക്കാണ്, വളരെ ലൈറ്റ് മെറ്റാലിക്കാണ്. ഒരുപാട് ഗ്ലിറ്ററി മെറ്റാലിക് അല്ല, വളരെ നൈസ് ഷീൻ, മെറ്റാലിക് ഷീൻ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്ക് നല്ല കാഞ്ചീപുരം സാരി അല്ലെങ്കിൽ കുറേ എത്നിക് വെയറിൻ്റെ കൂടെയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒരു വെഡിങ്ങിനൊക്കെ ഇടുകയാണെങ്കിൽ മെറ്റാലിക് റെഡ്സ് എപ്പോഴും നമുക്കൊരു എത്നിക് ടച്ചിന് വളരെ പ്രിറ്റിയാണ്. അതുപോലെ തന്നെ യു ക്യാൻ വെയർ വിത്ത് വെസ്റ്റേൺ വെയർ ഓൾസോ. രാവിലെ ഇടാം, നിങ്ങൾക്ക് രാത്രി ഇടാം. സോ ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ടു ഇറ്റ്. സോ ഞാൻ ഇനി ബാക്കി എൻ്റെ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇതേ വരുന്നതായിരിക്കും. സോ ഞാൻ എൻ്റെ മുടിയൊക്കെ അഴിച്ചിട്ടു, ഞാൻ പൊട്ട് വെച്ചു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ഞാൻ കുറച്ച് ജുംക്കി ഇട്ടു. സോ ഒരു എത്നിക് ടച്ച് കൊണ്ടുവരാൻ ഞാൻ നല്ല നമ്മുടെ ട്രഡീഷണൽ ബ്ലാക്ക് മെറ്റൽ ജുംക്കിയാണ് ഇട്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു ലിപ്സ്റ്റിക് കളറിൻ്റെ കൂടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഐ മേക്കപ്പ് കൊടുത്താലും ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ സ്റ്റാൻഡ് ഔട്ട് എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലുക്കിൽ നിങ്ങളുടെ ലിപ്പ് കളർ ആയിരിക്കും. സോ ഈ ലിപ്സ്റ്റിക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഡിഫിക്കൽട്ട് അല്ല, എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് റെഡ്. ഏത് സ്കിൻ ടോൺ, വെളുത്തത്, മീഡിയം ഇരുണ്ടത്, കറുത്തത്, അങ്ങനത്തെ ഒരു ഡിസ്റ്റിങ്ഷനും ഇല്ല. റെഡ് suits everyone and it makes everyone look beautiful. So definitely try it out and let us know. അടുത്ത എപ്പിസോഡിൽ ലക്ഷ്മി ഞാൻ കാണുന്നത് വരെ stay tuned and I'll see you very soon. Bye bye.